മൂന്നാമതായി ഭഗവാൻ വരുന്നത് എന്തായിട്ടാണ്? ഭഗവാൻ വരുന്നത് പന്നിയായിട്ടാണ്. പന്നി എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് തിന്നുന്ന ഒരു ആനിമലാണ്. പന്നി നമ്മൾ വളരെ പുച്ഛമാണ് പന്നികൾ. പക്ഷേ പന്നി ലോകത്ത് ചെയ്യുന്ന ഗുണം എന്താണ്? പന്നി വേസ്റ്റ് തിന്നുന്നത്. എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ, കാട്ടി വേസ്റ്റ് ഉണ്ടെങ്കിൽ പന്നി അതുകൊണ്ട് തിന്നുന്നത്. പന്നി തിന്ന് തീർത്ത് കഴിഞ്ഞ് ലോകത്തെ ശുദ്ധീകരിക്കും പന്നി. അതുപോലെ ശുദ്ധിയാക്കുന്ന വേറൊരു പക്ഷിയുണ്ട്, അത് കാക്കയാണ്. നമ്മൾ കല്യാണ സദ്യയെല്ലാം കഴിഞ്ഞ് വേസ്റ്റെല്ലാം വിട്ടു തുടങ്ങാറ്. അതവിടെ കിടന്നെങ്കിൽ മുഴുവൻ പുഴുവും കയറി മാറി നാശമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാക്കയിൽ കാണും, കാക്ക ഉടനെ കാന്ന് മുഴുവൻ ഒന്നും കാക്കയുണ്ട്. കാക്ക വന്നിട്ട് ആ വേസ്റ്റ് മുഴുവൻ തിന്ന് നാടിനെ ശുദ്ധമാണ്. അപ്പോൾ പന്നി കാക്കയും ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ പൂർവികർ മരിച്ചു, അവരുടെ ആത്മാവിന് ശാന്തിയാണ്. നമ്മളെന്ത് ചെയ്യും? ബലിയർപ്പിച്ചിട്ട് കയ്യങ്ങോട്ട് കൊട്ടും. അപ്പോൾ ബലിക്കാക്ക വന്നാൽ ബലി സ്വീകരിച്ചില്ലെങ്കിൽ മോട്ടം കിട്ടുമോ? കിട്ടുകയല്ല. അപ്പം നമ്മൾ വേസ്റ്റ് തിന്നുന്ന ആനിമൽസിനെ പന്നിയും കാക്കയും ആക്ഷേപിച്ചതല്ല. നിങ്ങളെ എന്നെ രക്ഷിക്കുന്ന ഒന്നാണ് ഈ പന്നി അല്ലെങ്കിൽ കാക്ക എന്ന് പറയുന്നത്. ഭഗവാൻ പന്നിയുടെ കുടുംബത്തിൽ വരികയാണ്. എന്തിനാ വന്നേ? വേദങ്ങളെ മോഷ്ടിച്ചുള്ള ഫൈഗിരികൾ അങ്ങനെ വെള്ളക്കടയിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. അപ്പോൾ മനുഷ്യന് മുങ്ങിയാൽ 21 അടിയും മുങ്ങാൻ പറ്റുള്ളൂ, അതിനിടയിൽ പോയി എടുക്കാൻ വയ്യ. ഭഗവാൻ വരാഹം പന്നിയായിട്ട് വന്നിട്ട് വെള്ളത്തിന് പൂളിലിട്ട് ചെന്നിട്ട് ഇത് വേദങ്ങൾ നോക്കി കരക്കൊണ്ടുവന്നു. ആരെ പഠിപ്പിക്കുന്ന പാഠം? വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം. വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് SLCക്ക് എല്ലാ വിഷയത്തിനും A+ വേണോ? നിങ്ങൾക്ക് ഡിഗ്രി പാസ്സാവണോ? നാളെ IAS പരീക്ഷ പാസ്സാവണോ? നെറ്റ് പാസ്സാവണോ? സെറ്റ് പാസ്സാവണോ? അറിവിൻ്റെ ആഴങ്ങൾ ആ വരാഹത്തിൽ തപ്പിപോലെ തപ്പാത്ത ഒരു കുട്ടി ലോകത്തിൽ ഒരു പരീക്ഷ പാസ്സാവില്ല. വരാഹാവതാരം വിദ്യാർത്ഥികൾക്കുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് PhD എഴുതണം. അറിവിൻ്റെ മഹാസാഗരത്തിൽ മുന്നേ തപ്പാത്ത കുട്ടിക്ക് PhD എടുക്കാൻ പറ്റില്ല. അപ്പോൾ അറിവിൻ്റെ മഹാസാഗരങ്ങൾ വെള്ളത്തിനടിയിൽ ഒളിച്ചു വെച്ചിരുന്ന വേദങ്ങൾ പന്നി പോയി പൊക്കിയെടുത്തുകൊണ്ട് വന്നു. നമുക്ക് വേദം തിരിച്ചു കിട്ടി. അജ്ഞാതമായ അറിവിനെ ആഴങ്ങളിൽ പോയി മുങ്ങി തപ്പാത്ത ഒരു സ്കോളർക്ക് ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. വരാഹം നമ്മളെ പഠിപ്പിക്കുക ആ മഹത്തായ കർമ്മ പദ്ധതി. ഈ വരാഹത്തിന് ആയുധം എന്താണ്? തേറ്റ. എന്താണ് ഈ തേറ്റയുടെ പ്രത്യേകത? ഈ ഓരോ നൃത്തത്തിനും ഓരോ സ്ഥലത്ത് അവയവപ്പെടുത്തിയിരിക്കുന്നു. സിംഹത്തിനും കടുവയ്ക്കൊക്കെ വായിക്കാത്ത ആയുധപ്പെടുത്തിരിക്കും. വായിൻ്റെ ഉള്ളിൽ കഴിച്ച പോക. അങ്ങനെയുള്ള ഈ മഹാശല്യക്കാരായ കടുവയ്ക്കും പുതിയൊക്കെ ഞങ്ങൾ ഇന്നറിയാമോ? വാ പഠിക്കുന്നത് വാക്കത്ത് വെടിവെച്ചു. വെടിയുടെ അകത്ത് അത് ചത്തു. എല്ലാ സ്ഥലത്തേക്കും വെടിവെച്ചാൽ അത് ഉരുണ്ട വർത്തത്തിൽ അറ്റാക്ക് ചെയ്തറിയാം. ആന വന്നു. ആനയുടെ മൂക്കിനാണ് ആയുധം കൊടുത്തത്. മൂക്കിങ്ങനെ വന്ന് തുമ്പിക്കയായി. 2 പല്ലിങ്ങനെ വന്ന് കൊമ്പായി. അവരോടാണ് ആയുധം. കുതിരയ്ക്കോ മുമ്പിൽ ആയുധം കൊടുത്തില്ല. വായിക്കാത്ത ആയുധമില്ല, മൂക്ക് ആയുധമില്ല, പല്ലു ആയുധമല്ല. കുതിരക്കാരിൽ അറ്റാക്കണമെങ്കിൽ എബോട്ടാണ് അടിക്കും. അവിടെ ഒറ്റ തൊഴിലാണ്. 100 മീറ്റർ ദൂരെ പോയിടണം. തൊഴിക്ക് അപ്പോഴും എത്തുവാണ്. കുതിരയുടെ തൊഴിൽ കിട്ടിയാൽ. പക്ഷെ പന്നിക്ക് ആയുധം കൊടുത്തു. എവിടെ അറിയാമോ? ഇൻവെസ്റ്ററിൻ്റെ പല്ലിങ്ങനെ വളർന്നു. അപ്പോൾ പന്നിക്ക് അറ്റാക്ക് ആണെങ്കിൽ പന്നി ആദ്യം തല കുനിക്കും. കുളിച്ചിട്ട് കയറ്റാണ്. പന്നി വന്ന ആളുകളുടെ ബോഡി ഞാൻ ഞാൻ പോയിട്ടുണ്ട്. വയറിന് ഇവിടുന്ന് ഒരൊറ്റ കയറ്റിയാൽ കയറ്റായത് ലങ്സും ലിവറും കീറി നിലയിലെത്തും. അപ്പോഴെത്തും. അപ്പോൾ പന്നിക്കൊരാളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിനാദ്യം വേണ്ട എന്താണ്? വിനയം. വിനയമുള്ളവനെ ഭൂമി ജീവിതത്തോളൂ. താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുറന്നിടും. മലയാളത്തിൽ പഴമൊഴിയാണ്. അപ്പം ലോകത്തിന് വലിയ നേട്ടങ്ങൾ നേടുന്നത് വളരെ വിനയമുള്ള പന്നിയെപ്പോലെ വരാട്ടത്തെ പോലെ തല കുനിച്ച് പിന്നെ അറ്റാക്ക്. പന്നിയായിട്ട് അത് വിജയിക്കാതെ വരാഹത നമ്മൾ പഠിപ്പിക്കുന്നു. ബി ലൈറ്റ് ആയിട്ട് അഹങ്കാരം പാടില്ല. തലമുറക്ക് അഹങ്കാരമായിട്ട് പോയാൽ അവർ അഹങ്കരിച്ചാൽ അതപ്പതിക്കും. പഠിപ്പിക്കാൻ വിനയനാണ്. അപ്പോൾ താണത്തെ ഇതിലൂടെ അവിടെ ദൈവം തുറയും പഠിപ്പിക്കുക. ഈ വരാഹാവതാരം ഇന്ന് ലോകത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. എങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു? സ്വർണത്തിന് സുറിയാനി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അറബിക് ഭാഷയിലും സ്വർണത്തിന്റെ പേരെന്താണ്? വരാഹൻ. വരാഹത്തിനാണ് പേര് വരുന്നത്. എങ്ങനെ വന്നു? നമ്മൾ ഈ ലോകത്തോട് പല സാധനം കയറ്റിയാൽ തിരിച്ച് നമുക്ക് സ്വർണം കൊണ്ടുവരും. 3000 വർഷത്തിന് മുമ്പ് ഈജിപ്തിലെ ഫറോ മീൻസ് രാജാവ്, അത് കഴിഞ്ഞ് ഫറോ ഫ്രാൻസിസ് രാജാവ് മരിച്ചു. അയാളുടെ ശരീരം എഴുതാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അയാളുടെ ശരീരം എടുത്ത് പരിശോധിച്ചപ്പോൾ വായിക്കാത്തും ചെവിക്കാത്തും അണ്ണാക്കിലൊക്കെ കുരുമുളക് നിറച്ച് വെച്ചിരിക്കുകയാണ്. അവർ എഴുതാതിരിക്കാൻ കുരുമുളക് വളരെ ബെസ്റ്റാണ്. അയാളൊരു കൂർണ രാജാവായിരുന്നു. 10 കഴിഞ്ഞാൽ അണ്ണാക്കി ജീവിക്കേണ്ട നാട്ടിൽ കഴിക്കാതെ പറഞ്ഞൂടാ. അവിടെ
കുരുമുളക് ഇവിടെ നിന്ന് വന്നു അവർ DNA ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കേരളത്തിലെ മലപ്പുറത്തും പാലക്കാടും വരുന്ന കുരുമുളകാണ് 3000 കൊല്ലത്തിന് മുമ്പ് രാമസീതാരാമന്റെ അണ്ണാക്കിരിക്കുന്ന കുരുമുളക്. ഇവിടെ നമ്മൾ കുരുമുളക് കയറ്റിയ പകരം സ്വർണം തിരിച്ചു വരുന്നു. സഖാവ് രൂപയായ 18 പറയുന്നു, കറി എന്തി പോയിടും കപ്പല് ഒന്നിന് തിരികെ. കറി എന്ന് പറഞ്ഞാൽ കുരുമുളകിന് നമ്മുടെ ഭാഷയിലാക്കാൻ കറി അങ്ങോട്ട് കയറ്റി വെച്ചാൽ തിരിച്ച് ഞാൻ കറി എന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇങ്ങോട്ടൊരു സ്വർണ്ണം വരും. ഇന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലാണ്. മുളക് ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലാ പാചകങ്ങളെയും ഇംഗ്ലീഷിലേക്ക് വിളിച്ചു കറി. CURY, മീൻ കറി, പച്ചക്കറി. കറി എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷല്ല, തമിഴ് ഭാഷയിൽ കുരുമുളകിന്റെ വാക്കാണ്. അപ്പൊ ഇങ്ങനെ അയക്കുന്ന സ്വർണ്ണ നാണയം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് രാഷ്ട്രമുള്ള രാജവംശമാണ്. ഗുജറാത്തും മഹാരാഷ്ട്രയും നമ്മുടെ വടക്കൻ കർണാടകവും മധ്യപ്രദേശിലെ രാജവംശം. അവരുടെ പ്രധാന ആരാധന മൂർത്തി വരാഹവതാരാണ്. രാഷ്ട്രപതി ക്രിസ്തുമായ ക്ഷേത്രങ്ങളുണ്ടോ? വരാഹ ക്ഷേത്രം ഞാൻ പോയി കണ്ടിട്ടുണ്ട്, വരാഹ ക്ഷേത്രം. അപ്പൊ അവര് സ്വർണ്ണ നാണയം അടിച്ചു. അതിന്റെ ഒരു സൈഡിൽ പന്നിയുടെ കുളം, മറ്റേ സൈഡിൽ അവരുടെ കൊട്ടാരത്തിന്റെ രാജാവിന്റെ മുഖം അടിക്കും. അപ്പൊ ഈ വരാഹത്തിന്റെ മുഖമുള്ള നാണയമായതുകൊണ്ട് അതിനെ വിളിച്ച പേരാണ് വരാഹൻ. ഈ അറബി ഭാഷയിലും സദീഖ് ഭാഷയിലും അറമൈക് ഭാഷയിലൊക്കെ സ്വർണത്തിന്റെ പേര് വരാഹൻ. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമുള്ളവരൊക്കെ പന്നി, പക്ഷെ അവരുടെ ഭാഷയിൽ സ്വർണത്തിന്റെ പേര് അവർക്ക് ഇഷ്ടമല്ലാത്ത പന്നിന്റെ പേരാണ്. അതിങ്ങനെ വന്നു, വിഷ്ണു ഭഗവാന്റെ വരാഹാവതാരം ഇന്ന് സ്വർണത്തിന് വരാഹമായി പേരിടി എന്ന് ഞാൻ കുപ്പിയുണ്ട്. എന്താണ് കുപ്പി? ഷർസാൻ എന്ന് പറഞ്ഞ ചക്രവർത്തി സിൽവർ, വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. അപ്പോൾ സിൽവർ ഉറുദു ഭാഷയിലെ വാക്കാണ് റൂപ്പ്. റൂപ്പ് കൊണ്ട് നാണയം ഉണ്ടാക്കുന്ന റുപ്പി എന്ന് പറഞ്ഞ റുപ്പേ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വിദേശ ഭാഷകളിൽ സ്വർണത്തിന്റെ വാക്ക് വരുന്നത് വരാഹാവതാരത്തിൽ നിന്നാണ്. വെളച്ചമായ മൃഗം നമ്മൾ കരുതിയ ഒരു മൃഗം. ആ മൃഗം ഏറ്റവും വില കൂടിയ സ്വർണത്തിന്റെ വാക്കായി മാറി. അതാണ് വരാഹാവതാരം. അപ്പോ appearances can be deceptive in English.